നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. ഇത് വെറുമൊരു കണക്കുകളുടെ കളിയല്ല കേട്ടോ. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, സാമ്പത്തികമായ കുറെ പരിമിതികളുണ്ട്. അപ്പോ ഈ ബജറ്റ് ശരിക്കും എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ടല്ലേ. ഈ ബഡ്ജറ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വരാനിരിക്കുന്ന ഇലക്ഷനിൽ വോട്ട് പിടിക്കുക എന്നതാണോ? അതോ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിനൊരു പരിഹാരം കാണുക എന്നതാണോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വാ, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതൊരു വെറും ബഡ്ജറ്റായിട്ട് കാണരുത്. കാരണം തൊട്ടുമുന്നിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഒരു സ്വാധീനം ഈ ബഡ്ജറ്റിലെ ഓരോ പ്രഖ്യാപനത്തിലും നമുക്ക് കാണാൻ പറ്റും. അത് വളരെ ക്ലിയറാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം വളരെ സിമ്പിളാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുക, കുറെ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരിക, അങ്ങനെ ജനങ്ങളുടെ ഒരു പിന്തുണയുറപ്പിക്കുക. ഇലക്ഷനിൽ ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് സർക്കാർ വിശ്വസിക്കുന്നത്. അപ്പോ സർക്കാർ ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുമ്പോ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നു ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അല്ലേ? എന്തൊക്കെയാണ് ആളുകൾ ശരിക്കും കാത്തിരിക്കുന്നത്? നമുക്ക് ആ പ്രധാന ആവശ്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. നോക്കൂ, സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ ശമ്പള പരിഷ്കരണവും കിട്ടാനുള്ള DA കുടിശ്ശികയും ഒക്കെ വേണം. പിന്നെ ഈ പങ്കാളിത്ത പെൻഷൻ അത് പിൻവലിക്കണം എന്നത് വർഷങ്ങളായിട്ടുള്ളൊരാവശ്യമാണ്. സാധാരണക്കാരുടെ കാര്യം നോക്കിയാൽ അവർക്ക് പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന പദ്ധതികൾ വേണം. പ്രായമായവർക്ക് വേണ്ടി പുതിയ എന്തെങ്കിലും ആശയങ്ങൾ വേണം. അപ്പോ ഇതെല്ലാം കൂടെ സർക്കാരിന് മേലുണ്ടാക്കുന്ന പ്രഷർ അത് ചെറുതൊന്നുമല്ല. ഈ ചർച്ചകളുടെ ഇടയിൽ ഒരു പുതിയ വാക്ക് കേൾക്കുന്നുണ്ട്: സിൽവർ ഇക്കണോമി. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലെ പ്രായമായവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ഉപഭോഗ രീതികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമ്പത്തിക സിസ്റ്റം. അതായത് വയോജനങ്ങളുടെ കാര്യത്തിലും സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കാണാം. അപ്പോ ജനങ്ങളുടെ ഇത്രയും പ്രതീക്ഷകൾ ഇതെല്ലാം സാധിച്ചു കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു വില്ലൻ മുന്നോട്ട് വരുന്നത്. എന്താണെന്നല്ലേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ തന്നെ. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ മാനേജ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കണം, സംസ്ഥാനത്ത് വികസനവും കൊണ്ടുവരണം. ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാലൻസിംഗ് ആണ്. ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ലാത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ വേറൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അത് കേന്ദ്ര സർക്കാരുമായുള്ള ഒരു തർക്കമാണ്. ഒരു സൈഡിൽ നമ്മുടെ സംസ്ഥാനം കൂടുതൽ ഫണ്ടും കടമെടുക്കാൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യവുമൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ മറ്റേ സൈഡിലോ കേന്ദ്രം പറയുന്നു, ഇല്ല, ഇത്രയൊക്കെ കടമെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ലിമിറ്റ് വയ്ക്കുന്നു. ഇത് സ്വാഭാവികമായും സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളെയും ശരിക്കും ബാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് കേട്ടോ, ഒരു സിൽവർ ലൈനിങ്. അതെന്താന്ന് വെച്ചാൽ, സംസ്ഥാനത്തിന് സ്വന്തമായി കിട്ടുന്ന നികുതി വരുമാനം കൂടുന്നുണ്ട്. അത് സർക്കാരിന് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. ആ ഒരു വരുമാനം വെച്ച് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ശരി, അപ്പൊ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഈ കണക്കുകൾക്ക് അപ്പുറത്തേക്കൊന്ന് നോക്കാം. അതായത് ഈ ബജറ്റിന് പിന്നിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഗെയിം എന്താണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറുമൊരു കണക്കല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. അപ്പോ എങ്ങനെയാണ് വരാൻ പോകുന്ന ഇലക്ഷൻ ഈ ബജറ്റിലെ മുൻഗണനകളെ തീരുമാനിക്കുന്നത്? എന്തൊക്കെയാണ് സർക്കാർ വളരെ തന്ത്രപരമായി ഇതിൽ ഉൾക്കൊള്ളിച്ചത്? എന്തൊക്കെയാണ് ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയത്? സർക്കാരിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നോക്കിയാൽ നമുക്ക് 3 കാര്യങ്ങളെ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി കുറേ ക്ഷേമ പദ്ധതികളങ്ങ് പ്രഖ്യാപിക്കുക. രണ്ടാമത്തെ കാര്യം, ആളുകളുടെ ദേഷ്യം പിടിച്ചുപറ്റാതിരിക്കാൻ വലിയ ടാക്സ് വർധനവെന്നും വേണ്ടെന്ന് വെക്കുക. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഇതെല്ലാം ചെയ്ത് LDF സർക്കാരിന് മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള ഒരു അടിത്തറയുണ്ടാക്കുക. അതാണ് ഗെയിം പ്ലാൻ. ഓക്കേ, അപ്പം നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചില്ലേ? ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താണ് ഈ ബജറ്റിന്റെ ഒരു ചുരുക്കം? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബജറ്റ് ശരിക്കും ഒരു വലിയ സർക്കസാണ്. ക്ഷേമം, രാഷ്ട്രീയം, സാമ്പത്തികം, ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളും നോക്കണം, ഇലക്ഷനും ജയിക്കണം, പക്ഷേ സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാക്കാനും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ശ്രമകരമായൊരു ജോലിയാണ്.
അവസാനമായി നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കിയുണ്ട്. തൽക്കാലം ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന ഈ പദ്ധതികളൊക്കെ ദീർഘകാലത്തേക്ക് നമ്മുടെ കേരളത്തിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ ഇലക്ഷൻ വാഗ്ദാനങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ ദോഷങ്ങളുമുണ്ടോ? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്.